നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ സിനിമയിൽ കാണുന്ന IAS-കാരനും സിനിമയിൽ കാണുന്ന IPS-കാരനും ഒന്നുമല്ല റിയൽ വേൾഡിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ അവർ പൂർണ്ണമായിട്ടും സർവീസിലിരിക്കുമ്പോൾ ഞാനൊരു കാര്യം കൃത്യമായിട്ട് പറയാം. ഏതെങ്കിലും സിവിൽ സർവീസുകാരനും IAS-കാരനോ IPS-കാരനോ സർവീസിലിരിക്കുന്ന സമയത്ത് പണി കിട്ടിയാൽ അവൻ്റെ ലൈഫിൻ്റെ 90% പോയി. പിന്നെ ഈ പറയുന്ന പ്രൊമോഷനും മണ്ണാങ്കട്ടിയായിട്ടൊന്നും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്ലൈ ചെയ്ത് ഡെപ്യൂട്ടേഷനോട് കേന്ദ്ര സർവീസിൽ വന്നാലും അവിടെയും അവർക്ക് നല്ല റിസോഴ്സസ് ഉണ്ട് ഗവൺമെൻറ്റിന്. ഈ IAS ഓഫീസർ എങ്ങനെയുണ്ട്, ഇയാളുടെ സ്വഭാവം എങ്ങനെയുണ്ട്, ഇത് മീഡിയ ലീക്ക് ചെയ്യുമോ, അത് ചെയ്യുക, മുഴുവൻ സ്കാൻ ചെയ്യും. അതിനുശേഷമേ അവരെടുക്കുകയുള്ളൂ. ഇതാണ് ഞാൻ അറിഞ്ഞിടത്തോളം. പിന്നെ ഞാനിത് TV യിലൊക്കെ കാണുമ്പോൾ ഞാൻ ഈ പ്രശാന്തൊക്കെ വളരെ ഭംഗിയായിട്ട് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ആളാണ്. ഒരു സോഷ്യൽ മീഡിയയിലും അത് മീഡിയ ഇൻട്രാക്ഷൻ കൂടുതലായിട്ടുള്ള ഒറ്റ IAS-കാരനെയും ഒറ്റ IPS-കാരനെയും കൃത്യമായിട്ട് പറയാം. അതായത് നിലനിർത്തി കൊണ്ടുപോകാൻ ഭരിക്കുന്ന സർക്കാരും അതിൻ്റെ പൊളിറ്റീഷ്യൻസും സമ്മതിക്കില്ല. ഒരു IPS-കാരന് SP വരെ ഈസി ആയിട്ടാകാം. SP-യുടെ മുകളിലോട്ട് കയറണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പറയുന്ന DGP-യെക്കാളും ഹോം സെക്രട്ടറി, അതിന് ഏറ്റവും ഉപരി ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രി, ഹോം സെക്രട്ടറി, ഇവരാണ് പവർഫുൾ മുഖ്യമന്ത്രി. എങ്കിൽ മാത്രമേ ഇവർക്ക് വേറെ അപ്പോയിൻമെൻറ്റ് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ വളരെ ഒന്നുമല്ലാത്ത പോസ്റ്റുകളിലോട്ട് ആംഡ് ഫോഴ്സിൽ അവിടെ ഇവിടെ ഒക്കെ വെച്ചുകൊണ്ടെങ്കിൽ ഇരിക്കും. ഇനി പട്ടാളത്തിലുണ്ട്, ഇത് കേണൽ വരെ ആകാം, കമാൻഡിങ് ഓഫീസർ. അതിന് മുകളിലോട്ട് ബ്രിഗേഡിയറും മേജർ ജനറലും ഒക്കെ ആകണമെന്നുണ്ടെങ്കിൽ ബോർഡാണ് തീരുമാനിക്കുന്നത്. ഈ കംപ്ലീറ്റ് ഡിസിപ്ലിൻ ഈ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസിനകത്ത് ഈ പറയുന്ന സീനിയർ ഓഫീസേഴ്സ് കൂടെയില്ല എങ്കിലും ഈ സംഭവം നടക്കത്തില്ല. അതിൻ്റെ അകത്ത് വലിയ പൊളിറ്റിക്കൽ ഇൻ്റർവെൻഷൻ ഈ പട്ടാളത്തിലൊന്നുമില്ല. ബാക്കി എല്ലായിടത്തും മനസ്സിലാക്കുക, ഇവർക്കൊരു CR ഉണ്ട്, കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട്. ഇവർ ബേസിക്കലി കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാരാണ്. പക്ഷേ പോസ്റ്റിങ്ങും സാലറി എല്ലാം കൊടുക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. DOPT ആണ് ഇവരുടെ ഫാദർ. പക്ഷേ ഇവരുടെ റണ്ണിങ് ഫാദർ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്. അവരാണ് ചുമന്നുകൊണ്ട് നടക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് പറയാം, ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് അത് ചെയ്യണം ഇത് ചെയ്യണം, ഇതൊന്നുമല്ല നടക്കാൻ പോകുന്നത്. ഇവര് സസ്പെൻഷൻ റിവോക്ക് ചെയ്യും, പക്ഷേ വളരെ മോശമായി ഏതെങ്കിലും ഇരിക്കാൻ പറ്റുന്നൊരു പോസ്റ്റിലോട്ട് കൊടുക്കും. അതുമല്ല ഏതെങ്കിലും മന്ത്രിമാരെടുത്തു കഴിഞ്ഞാലും 6 മാസം 1 വർഷം അതിൽ കൂടുതലൊന്നും ഇവരെ ചലിക്കാൻ വിടത്തില്ല.